മുഞ്ഞയുടെ ശല്യം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജൈവ രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി കഴുകിയ വെള്ളം, അതായത് ബീഫോ അതുപോലെ തന്നെ നമുക്ക് മീനോ ഒക്കെ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ ബ്ലഡിന്റെ അംശം ഉണ്ടായിരിക്കണം. ഇത് നമുക്കൊരു കുപ്പിയിലാക്കിയതിന് ശേഷം നമ്മുടെ പയറിന്റെ ഇലയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പയറിന്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലുള്ള സകലമാന പുളിയുറുമ്പുകളും നമ്മുടെ പയറിന്റെ ഇലയിലേക്ക് കയറുകയും അവിടെ കൂട് വെക്കുകയും ചെയ്യും. പൂർണ്ണമായിട്ടും മുഞ്ഞയുടെ ശല്യം ഉറുമ്പ് ഒഴിവാക്കി തരികയും ചെയ്യും. ഇതാണ് ജൈവ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം. ഈ ചാനൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മുഞ്ഞയെ ഒഴിവാക്കാനുള്ള ജൈവ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. പയർ ചെടിയിൽ പൂ കുത്തി വരുന്ന സമയത്ത് ഞാൻ കോഴിക്കാഷ്ടം ചൂട് കളഞ്ഞ് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല രീതിയിലുള്ള കാപിടുത്തത്തിന് അത് സഹായിക്കും. അതുപോലെ തന്നെ കാ പിടിച്ചു വരുന്ന സമയത്ത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ നമുക്ക് പുളിപ്പിച്ചേച്ച് അത് എടുക്കുന്ന അളവിന്റെ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ ചോട്ടിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രോ ബാഗിന്റെ മുകൾ തട്ടിലുള്ള കളയെ ഒഴിവാക്കി മുകൾ തട്ടിൽ നേരിയ രീതിയിൽ മണ്ണിളക്കിയതിന് ശേഷം മാത്രം വളമിട്ട് കൊടുക്കുക. മണ്ണിൽ കൃത്യമായിട്ടുള്ള വായു സഞ്ചാരം എത്തുന്നുണ്ടോ എന്ന് നോക്കുക. വളപ്രയോഗവും നനയും കൃത്യമാണെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല